രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. ദേവന്മാർ അധർമ്മം പ്രവർത്തിച്ചാൽ പോലും അവർ ആയുധം കൊണ്ട് മറ്റ് സമാധാനത്തിന്റെ മാർഗങ്ങളില്ലാതെ വരുമ്പോ അവർ അധർമ്മത്തെ ദൂരീകരിക്കും. അങ്ങനെ പടക്കളത്തിൽ അവർ ഇറങ്ങി നിൽക്കുമ്പോ ആരെ കണ്ടിട്ടാണോ ദേവന്മാർ പോലും ഭയന്നു വിറച്ചു പോകുന്നത്? അങ്ങനെയുള്ള ഒരു മനുഷ്യനുണ്ടോ ഇപ്പോൾ ഈ ലോകത്തിൽ? ഉണ്ടെങ്കിൽ അത് ആരാണ് എന്നാണ് വാൽമീകിയുടെ ചോദ്യം. അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങ് അല്ലയോ മഹർഷി പറഞ്ഞു തരണം. അത് കേൾക്കുവാനായിട്ട്, ആ ആളിനെ അറിയുവാനായിട്ട് എനിക്ക് അമിതമായിട്ടുള്ള കൗതൂഹലമുണ്ട്. നിശ്ചയമായിട്ടും അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അങ്ങേക്ക് അറിയാൻ കഴിയും. 3 ലോകത്തിലും നിരന്തരം സഞ്ചരിക്കുകയും എല്ലാവരോടും ഇടപഴകുകയും ചെയ്യുന്നയാളാണങ്ങ്. അതുകൊണ്ടാണ് അങ്ങയോട് ഞാനിത് ചോദിച്ചത്. ആ വാക്യങ്ങളെല്ലാം നമ്മൾ കേട്ടു. ഏതത് ഇച്ഛാമ്യഹം ശ്രോതും പരം കൗതൂഹലം ഹിമേ മഹർഷേ ത്വം സമർത്ഥോസി ജ്ഞാതുമേവം വിധം നരം. വാൽമീകി അന്വേഷിച്ച ആ ആളിന്റെ സ്വരൂപവും സ്വഭാവവും നാം ഈ വാക്കുകളിലൂടെ നേരിട്ട് അറിയുന്നു. ഇങ്ങനെ ഒരാളിനെയാണ് വാൽമീകി കണ്ടെത്തിയതും ആ ആളിനെയാണ് വാൽമീകി രാമായണത്തിലൂടെ അവതരിപ്പിച്ചതും. വാൽമീകിയുടെ നായക കഥാപാത്രം ഇങ്ങനെയുള്ളയാളാണ്. അത് ഭാവനയിലുണ്ടായ കഥാപാത്രമല്ല. അത് അന്ന് വാൽമീകി നാരദനോട് സംസാരിക്കുന്ന അവസരത്തില് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒരാൾ. അതാണ്. ഇത് കേവലം ഒരു സങ്കല്പമല്ല, ഇത് പരമമായ യാഥാർത്ഥ്യം. അതാണ് കോനോസ്മിൻ സാമ്പ്രതം ലോകേ ഗുണവാൻ. സാമ്പ്രതം ഇപ്പോൾ, അസ്മിൻ ലോകേ ഈ ലോകത്ത്. അങ്ങനെയാണ് ചോദ്യം. അങ്ങനെ ഒരാളുണ്ട്. ഭാഗ്യം കൊണ്ട് ആ ആളിനെ നാരദൻ വാൽമീകിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. നാരദൻ പറഞ്ഞു. വളരെ സന്തോഷത്തോടുകൂടിയിട്ടാണ് അദ്ദേഹത്തിന്റെ മറുപടി. എന്തുകൊണ്ടെന്നാൽ വാൽമീകി അങ്ങേയറ്റം മഹാത്മ്യമേറിയ ഒരു ചോദ്യമാണ് തന്റെ മുന്നിൽ സമർപ്പിച്ചിരിക്കുന്നത്. വാൽമീകി അറിയാൻ ആഗ്രഹിക്കുന്നതും അങ്ങനെയുള്ള ആ മഹാത്മ്യമേറിയ വ്യക്തിത്വത്തെയാണ്. നാരദൻ ഉടനെ തന്നെ പറഞ്ഞു, മുനേ വക്ഷ്യാമ്യഹം ബുദ്ധ്വ തൈയുക്ത ശ്രൂയതാം നര. അല്ലയോ മഹർഷേ. നാരദൻ വാൽമീകിയെ സംബോധന ചെയ്യുന്നു മുനേ എന്ന്. മുനിയാണ് അദ്ദേഹം, മഹാതപസ്വിയാണ് അദ്ദേഹം. ഞാൻ പറയുന്നു, ഞാനിപ്പോ പറഞ്ഞു കേൾപ്പിക്കാം അങ്ങേ. അങ്ങനെ ഉള്ള മനുഷ്യനുണ്ട്. അങ്ങ് ഈ പറഞ്ഞ ഗുണഗണങ്ങളുണ്ടല്ലോ, ഈ ഗുണഗണങ്ങളെല്ലാം ചേർന്നതായ മനുഷ്യനുണ്ട്. ആ മനുഷ്യനെ കുറിച്ച് ഞാൻ പറഞ്ഞു കേൾപ്പിക്കാം, അങ്ങ് കേട്ടുകൊള്ളൂ. അങ്ങ് ഈ പറഞ്ഞ ഗുണഗണങ്ങൾ എല്ലാം ചേർത്ത് വരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ഇതിൽ ഒരെണ്ണം ഉണ്ടാവുക പോലും അത്ര എളുപ്പമല്ല. ബഹവോ ദുർലഭാശ്ചൈവ ഏത്വയാ കീർത്തിതാ ഗുണാഹ. അല്ലയോ മഹർഷേ, അങ്ങ് ഇപ്പോ പറഞ്ഞു കേൾപ്പിച്ച ഗുണങ്ങളുണ്ടല്ലോ, വളരെയേറെ ഉണ്ട്. അത് ദുർലഭങ്ങളാണ്, കിട്ടാൻ എളുപ്പമുള്ള കാര്യങ്ങളല്ല. അതിന്റെ ഒരു അംശമെങ്കിലും, ഒരു ഗുണത്തിന്റെ ഒരു അംശമെങ്കിലും ഒരു മനുഷ്യനിൽ കാണുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ഈ പറഞ്ഞ ഗുണഗണങ്ങളെല്ലാം സമ്പൂർണമായിട്ട് ഒരുമിച്ച് ഒരാളിൽ വന്നു ചേരുക എന്ന് പറഞ്ഞാൽ അത് അത്യത്ഭുതകരമാണ്. അങ്ങനെ ഒരാളുണ്ട്. പക്ഷെ അങ്ങയുടെ ഭാഗ്യത്താൽ, എന്റെ ഭാഗ്യത്താൽ, ഈ ലോകത്തിന്റെ ഭാഗ്യത്താൽ അങ്ങനെ ഒരാളുണ്ട്.
ആ ആളിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കേൾപ്പിക്കാം. മുനെ വക്ഷ്യാമ്യഹം, ഞാൻ എന്താ പറയുന്നു, അങ്ങ് ബുദ്ധ്വ അറിഞ്ഞിട്ട് അങ്ങ് ആ ആളിനെ തന്നെ ആശ്രയിച്ചുകൊള്ളുക. എന്താ? ആരാത്? ഇക്ഷ്വാകു വംശപ്രഭവോ രാമോ നാമ ജനൈശ്രുത. അങ്ങനെയുള്ള ആ ആള് ആരെന്നറിയോ? ഇക്ഷ്വാകുവിന്റെ വംശത്തിൽ പിറന്ന വ്യക്തിത്വമാണ്. രാമൻ എന്നുള്ള പേരുകൊണ്ട് ഈ ലോകം മുഴുവൻ അറിയപ്പെടുന്നയാളാണ്. അതാണ് അങ്ങ് പറഞ്ഞ ഈ ഗുണഗണങ്ങളെല്ലാം തികഞ്ഞ മനുഷ്യൻ. ആ ആളിനെ ഞാൻ അങ്ങക്ക് പറഞ്ഞു കേൾപ്പിച്ചു തരാം. ഇത് പറയുമ്പോഴേക്കും രാമൻ ലങ്കാജയം കഴിഞ്ഞ് അയോധ്യയിലേക്ക് മടങ്ങിവന്ന് അവിടെ പട്ടാഭിഷിക്തനായിട്ട് ധർമ്മസ്വരൂപനായ രാമൻ പ്രപഞ്ചത്തെ മുഴുവൻ ധർമ്മത്തിന്റെ ബന്ധാവിലൂടെ ചലിപ്പിച്ചുകൊണ്ട് ലോകത്തെ മുഴുവൻ രക്ഷിക്കുന്ന സന്ദർഭമാണ്. അപ്പോഴാണ് ഈ സംഭാഷണം നടക്കുന്നത്. ഇക്ഷ്വാകുവിന്റെ വംശം എന്ന് പറയുമ്പോൾ തന്നെ ആ വംശത്തിന്റെ മഹാത്മ്യം കേൾവിക്കാരുടെ എല്ലാം ഹൃദയത്തിൽ വരും. ഇക്ഷ്വാകു പിറന്നത് സൂര്യവംശത്തിൽ. ആ സൂര്യവംശത്തിന്റെ മഹത്വം ആ പേരുകൊണ്ട് തന്നെ വ്യക്തം. സൂര്യനിൽ നിന്നുണ്ടായ വംശം, ലോകത്തെ മുഴുവൻ തിളക്കുന്ന സൂര്യൻ, ശുദ്ധീകരിക്കുന്ന സൂര്യൻ, ലോകത്തിന് മുഴുവൻ ജ്ഞാനം നൽകുന്ന സൂര്യൻ, ജീവനം നൽകുന്ന സൂര്യൻ. അങ്ങനെയുള്ള ആ വംശം, ആ വംശത്തിൽ പിറന്ന പ്രഗത്ഭന്മാര് പലരും ആ വംശത്തിന് അവരവരുടേതായ നാമവുമായി ചേർന്ന പ്രശസ്തിക്ക് കാരണമായി തീർന്നു. അതാണ് ഇക്ഷ്വാകു. ഇക്ഷ്വാകുവിന്റെ മഹാത്മ്യത്താൽ ആ വംശം ഇക്ഷ്വാകു വംശം എന്നറിയപ്പെട്ടു, രഘുവംശം എന്നറിയപ്പെട്ടു. ഇങ്ങനെ ഇക്ഷ്വാകുവിന്റെ വംശം എന്ന് പറയുമ്പോൾ തന്നെ ആ വംശത്തിൽ പിറന്ന രാജാക്കന്മാരുടെ സ്വഭാവ മഹിമ നമ്മുടെ ഹൃദയത്തിൽ തെളിഞ്ഞു വരും. ആ വംശത്തിൽ പിറന്ന, ആ വംശത്തിന് ആഭരണമായി തീർന്ന രാമൻ, അതാണ് അങ്ങ് ചോദിച്ച പ്രകാരത്തിലുള്ളതായ മനുഷ്യൻ. അദ്ദേഹം എങ്ങനെയുള്ള ആളെന്നറിയോ? നിയതാത്മാ മഹാവീര്യോ ദ്യുതിമാൻ ധൃതിമാൻ വശി. നിയതാത്മാ, തന്റെ മനസ്സിനെ സമ്പൂർണമായും തന്റെ നിയന്ത്രണത്തിന് കീഴിൽ നിർത്തിയിരിക്കുന്നവനാണ് അദ്ദേഹം. ആ മനസ്സില് ലോക ഉപദ്രവകരങ്ങളായിട്ടുള്ള കാമക്രോധ ലോഭമോഹ മത മത്സര്യാദികൾക്ക് യാതൊരു പ്രവേശനവുമില്ല. അവയൊന്നും തീണ്ടാത്തതായ മനസ്സ്. ഈ കാമക്രോധാദികളെല്ലാം രജോ ഗുണത്തിന്റെ പ്രത്യേകതകളാണ്, ക്രൂരവികാരങ്ങളാണ്. മനുഷ്യനെ കൊണ്ട് ക്രൂരകർമ്മങ്ങൾ ചെയ്യിക്കുന്നത് ഈ രജോ ഗുണത്തിന്റെ സ്വഭാവവിശേഷങ്ങളാണ്. അതിനൊന്നിനും പ്രവേശനം ശ്രീരാമചന്ദ്രന്റെ, ഞാൻ ഈ പറഞ്ഞ ആ ഇക്ഷ്വാകു വംശത്തിൽ പിറന്ന രാജാവിന്റെ മനസ്സില് ഇല്ല. അങ്ങോട്ട് പ്രവേശിക്കില്ല ഇതൊന്നും. അതുകൊണ്ട് ആ മനസ്സ് അങ്ങേയറ്റം പ്രശാന്തമാണ്. അതെപ്പോഴും പരമാത്മാവിൽ അചഞ്ചലമായി നിൽക്കുന്നതാണ്. അങ്ങനെയുള്ള മനസ്സിൽ മാത്രമേ പരമാത്മജ്ഞാനം തെളിയൂ. അങ്ങനെയുള്ള മനസ്സിൽ മാത്രമേ ഈ പ്രപഞ്ചം മുഴുവൻ പരമാത്മാവിന്റെ ആവിഷ്കാരമാണെന്നുള്ള യാഥാർത്ഥ്യം, ഉപനിഷത്ത് സത്യം തെളിയൂ. അങ്ങനെയുള്ള മഹാത്മാവാണ് രാമൻ. അതാണ് ആദ്യമേ പറയുന്നത്. നിയതാത്മാവാണ് അദ്ദേഹം. പിന്നെയോ മഹാവീര്യ, അങ്ങേറ്റം വീരനായിട്ടുള്ളയാള്. ആ വീരത ഭൗതിക തലത്തിലുണ്ട്, മാനസിക തലത്തിലുണ്ട്, അതേപോലെ തന്നെ ബുദ്ധിയുടെ തലത്തിലുണ്ട്, പ്രാണങ്ങളുടെ തലത്തിലുണ്ട്, അതേപോലെ അധ്യാത്മ സാക്ഷാത്കാര തലത്തിലുമുണ്ട്. ഒരു പ്രകാരത്തിലുള്ളതായ മായാ ബന്ധനങ്ങൾക്കും അങ്ങോട്ട് കടന്നു ചെല്ലാൻ പറ്റില്ല. ആ മായ മുഴുവൻ ഈ ശ്രീരാമചന്ദ്രന്റെ നിയന്ത്രണത്തിൽ. നമ്മളെല്ലാം മായയുടെ പിടിയിലാണ്, മൂലപ്രകൃതിയുടെ പിടിയിലാണ്. ആ മായ ഏതു പ്രകാരത്തിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനുമായിട്ട് നമ്മെ പ്രേരിപ്പിക്കുന്നുവോ ആ പ്രകാരത്തിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണവർ. അതാണ് നമ്മുടെ ഇഷ്ടം എന്ന് നാം സങ്കല്പിച്ചു പോകുന്നു. ആ വഴിയെ നാം സഞ്ചരിക്കുന്നു. അതിന് വിഘാതം വരുമ്പോഴേക്കും നമുക്ക് ദുഃഖമോ കോപമോ ഒക്കെ വരുന്നു. അങ്ങനെ വരുമ്പോഴാണ് പല ചിന്തകളും പ്രവൃത്തികളും എല്ലാം കുഴപ്പം നിറഞ്ഞതായി തീരുന്നത്. കാരണം മായയിൽ
ഈ അവസരങ്ങളിൽ, ഇത്തരം സന്ദർഭങ്ങളിൽ രജസും തമസ്സും ബലവത്തായി തീരും. അതാണ് നമ്മുടെ മനസ്സിനെ അപഹരിച്ചു കൊണ്ടുപോകുന്നത്. അത് രണ്ടും ക്രൂരമായിട്ടുള്ള ഗുണങ്ങളാണ്. അത് നമ്മെ കൊണ്ട് ക്രൂരതയുടെ പന്ഥാവിലൂടെ ചലിപ്പിക്കും. അതിനെ എതിർത്ത്, അതിനെ തകർത്തിട്ട് ശുദ്ധമായിട്ടുള്ള സാത്വികതയുടെ, അഹിംസയുടെ പൂർണതയിൽ മനസ്സ് അചഞ്ചലമായി നിൽക്കണമെങ്കിൽ കരുത്തു വേണം. രജസിനെയും തമസിനെയും തോൽപ്പിക്കാനുള്ളതായ കരുത്ത്. രജസിനും തമസിനും എത്തി നോക്കാൻ പോലും പറ്റില്ല, അങ്ങനെയുള്ള കരുത്ത്. സൂര്യൻ ഉദിച്ചു നിന്നു കഴിഞ്ഞാൽ ഇരുട്ടിന് എത്തി നോക്കാനാവില്ല. അതേപോലെ സാത്വിക ഗുണം നിറഞ്ഞു നിൽക്കുന്നു, ജ്ഞാനം നിറഞ്ഞു നിൽക്കുന്നു, ആനന്ദം നിറഞ്ഞു നിൽക്കുന്നു. സർവ ജീവികളും താൻ തന്നെയായി അനുഭവപ്പെടുന്നു. ജീവനില്ലാത്ത പദാർത്ഥങ്ങളും താൻ തന്നെയായി അനുഭവപ്പെടുന്നു. സർവം ബ്രഹ്മമയമെന്ന് അനുഭവപ്പെടുന്നു. ആ തലത്തിലേക്ക് എത്തിച്ചേരാൻ ബാക്കി രജസിനെയും തമസിനെയും പ്രതിബന്ധിക്കണം. അതിനുള്ള ശേഷി ആർക്കൊണ്ടോ അയാളാണ് വീരവാൻ. അങ്ങനെയുള്ള ആളാണ് വീരൻ. അതാണ് മഹാവീര്യോ ദ്യുതിമാൻ, പ്രകാശത്തോടുകൂടിയവൻ. ഈ പ്രകാരത്തിലുള്ളതായ മനസ്സ്, ബുദ്ധി, തെളിഞ്ഞ മനസ്സും ബുദ്ധിയും ഉള്ളയാള് വളരെയേറെ പ്രകാശപൂർണനായിരിക്കും. അയാളുടെ കണ്ണുകളിൽ നിന്നിട്ട്, മുഖത്ത് നിന്നിട്ട് ആ പ്രകാശം, സ്നേഹത്തിന്റെ, ഈശ്വരീയതയുടെ പ്രകാശം എമ്പാടും വ്യാപിക്കും.